അപ്പൊ വായനോത്സവത്തിന്റെ 21ാമത്തെ ഈ ദിവസം ഇന്ന് നമ്മൾക്ക് ബുക്ക് അവതരിപ്പിക്കുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന ബുക്ക് ഹാരിഷ് ഭട്ട് എഴുതിയ ടാറ്റ സ്റ്റോറീസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ടാറ്റ എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ അവരുടെ എത്തിക്സ്, അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസ്, അതേപോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള നടന്നിട്ടുള്ള സ്റ്റോറീസിന്റെ വിവരണമാണ് ആ ബുക്കിലുള്ളത്. ഇന്ന് ഏറെ പ്രത്യേകതയുള്ള ആ ബുക്ക് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. മുരളീധരൻ സാറാണ് ഇന്ന് നമുക്ക് ആ ബുക്ക് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 32 വർഷമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണറാണ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് ലേബറിലാണ്. ഇത്രയും ഉയർന്ന ഒരു ക്ലാസ് എ ജോബിൽ ഇരിക്കുമ്പോൾ കൂടിയും അദ്ദേഹം തന്റെ പാഷനായിട്ടുള്ള മ്യൂസിക്കിനെയും ഒപ്പം കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ, കർണാട്ടിക് മ്യൂസിക് ആയിട്ടെ, അദ്ദേഹം പഠിക്കുന്നതിനോടൊപ്പം അത് മറ്റുള്ളവർക്കായിട്ട് പകർന്നു നൽകാനും ഈ ഇത്രയും തിരക്കുള്ള ജോലിക്കിടയിലും അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്കസ്ട്ര ഡിമാൻഡ് അനുസരിച്ചിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സൂര്യ ടിവിയില് ഫാമിലി മ്യൂസിക് ഷോയിൽ അദ്ദേഹം വിന്നർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് അദ്ദേഹം. 41 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഓർക്കസ്ട്ര പാലക്കാട് 2017 നടത്തി അദ്ദേഹം ഒരു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ഹോൾഡർ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ഒരു വായന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഏറെ സ്നേഹത്തോടെ നമുക്ക് മുരളി സാറിനെ സ്വാഗതം ചെയ്യാം. Murali sir, over to you. Thank you, Divya madam, for a rich introduction. At the very outset, my gratitude is due to the enterprising team of City Commune Thrissur for giving me a floor here. ഇതില് ഒരുപാട് പ്രശസ്തരായ ട്രെയിനേഴ്സ്, അധ്യാപകരും എല്ലാവരും തന്നെ, സൈക്കോളജിസ്റ്റ്, ഒരുപാട് പുസ്തകങ്ങൾ ഓൾറെഡി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. Now this is my turn. വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, സബ്ജക്റ്റിനെ കുറിച്ച് ദീപ മാഡം ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങൾക്ക് പ്രശസ്തരായ കുറച്ച് പേരുടെ പേര് പറയാം. ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ രാജാരാമൻ, നിങ്ങൾ കേട്ടിട്ടുള്ള പേരാണ്. നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ KR നാരായണൻ, ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്ന JV നർലേക്കർ, ടൈറ്റന്റെ CEO ആയിരുന്ന ജഫർ ദേശായി, വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ആയ ഡോക്ടർ VKRV റാവു. ഇവർക്ക് എല്ലാവരും ഒരു കണക്ഷൻ ഉണ്ട് ടാറ്റ ഗ്രൂപ്പുമായിട്ട്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാമോ? അത്ര എളുപ്പമല്ല അത് ഗസ് ചെയ്യാൻ, എന്നാലും ജസ്റ്റ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ. ഡിസ്കവറി ആണോ സർ? ഡിസ്കവറി ആണോ? കണ്ടുപിടുത്തമാണോ? ഡിസ്കവറി അല്ല, എല്ലാവരും ഡിഫറെന്റ് ഏരിയയിലുള്ള. Are they from Tata Institute of Fundamental Research? നോട്ട് എക്സാക്ട്ലി. ഞാൻ പറയാം. ഇവരെല്ലാവരും തന്നെ ഇവർ നമ്മൾ പറയുന്ന പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചത് ടാറ്റ ഗ്രൂപ്പാണ്. JN ടാറ്റ ഫെലോഷിപ്പ് എൻഡോമെന്റിലൂടെ അത് കിട്ടി പഠിച്ച് രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുള്ള കുറെ ആളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. അതായത് JN ടാറ്റ എൻഡോമെന്റ് സ്കോളർഷിപ്പ് ഉപയോഗിച്ച് ഈ രാജ്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുത്തുള്ള മഹത് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ പുസ്തകം ടാറ്റ സ്റ്റോറീസ് 40 ടൈംലെസ് ടെയിൽസ് ടു ഇൻസ്പയർ യു എന്നാണ് ഇതിന്റെ ടൈറ്റിൽ. ഈ പുസ്തകം എഴുതിയത് ഹരീഷ് ഭട്ടാണ്. ഈ പുസ്തകത്തിന്റെ സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് മാഡം കാണിച്ചു കഴിഞ്ഞാൽ, 2 ക്ലിക്ക് കൊടുത്താൽ 2 സ്ലൈഡിനെ കുറിച്ച്. ഇത് ടാറ്റയുടെ ഡിഫറെന്റ് ബിസിനസ് എംപയർ എന്തെല്ലാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുന്ന, പലതും നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ട്രാവലിലാണെങ്കിൽ ട്രാവൽ വ്യാൻഡ, അതുപോലെ എയർ എക്സ്പ്രസ്, എയർ ഇന്ത്യ. ലൈഫ് സ്റ്റൈലിലാണെങ്കിൽ തനിഷ്ക്, ടൈറ്റൻ. മോട്ടോഴ്സിലാണെങ്കിൽ, ഓട്ടോമൊബൈലാണെങ്കിൽ ജഗ്വാർ, ലാൻഡ് റോവർ, ടാറ്റ മോട്ടോഴ്സ്. അങ്ങനെ ഡിഫറെന്റ് ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഒരു എംപയർ ആണ് ടാറ്റ എംപയർ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിനെ കുറിച്ചുള്ളതാണ് തൊട്ട് മുന്നേയുള്ള ഒരു ഇമേജിൽ ടാറ്റ സ്റ്റോറീസ്. ഈ പുസ്തകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു വലിയ ബിസിനസ് കോൺഗ്ലോമറേറ്റ്, ഒരു വലിയ ബിസിനസ് ഹൗസ് എന്നതിലുപരിയായി
എങ്ങനെയാണ് ടാറ്റ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്നത് എന്ന് കാണിക്കുന്ന റിയൽ സ്റ്റോറീസ് ആണ് 40 എണ്ണവും. അതിൽ എത്രത്തോളം നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് സമയത്തിന്റെ പരിമിതി പോലെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഏതായാലും കഥ തുടങ്ങുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് ഇടാമോ മാഡം? ജസ്റ്റ് ക്ലിക്ക്. അടുത്തത് വൺ മോർ. നോക്കൂ, ഇദ്ദേഹത്തെ പറ്റി പറയാതെ 185 വർഷത്തെ പാരമ്പര്യമുള്ള ടാറ്റ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ പേരാണ് ജാംഷഡ്ജി നുസ്രുവാൻജി ടാറ്റ എന്ന ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കാവുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തെ പറ്റി കൂടുതൽ നമ്മൾക്ക് കഥയിൽ വരും. ഇദ്ദേഹം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് തുടർന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാമോ മാഡം? ജസ്റ്റ് 2 more click. വൺ മോർ. ഓക്കെ, നമുക്ക് കഥകളിലേക്കുള്ള യാത്രയ്ക്കായിട്ട് നമ്മൾ ഒരു കപ്പലിലേക്ക് കയറാൻ പോവാണ്. SS എംപ്രസ് ഓഫ് ഇന്ത്യ എന്നാണ് ഈ കപ്പലിന്റെ പേര്. യാത്ര 1893 ജൂലൈയിലാണ്. ജാപ്പനീസ് തീരമായ യോക്കോഹാമയിൽ നിന്ന് ചിക്കാഗോയിലേക്കാണ് യാത്ര പോകുന്നത്, ഈ കപ്പൽ പോകുന്നത്. ഈ കപ്പലിൽ നമ്മളോടൊപ്പം ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതിയ 2 പേരുണ്ട്. വർഷം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 1893 വർഷം. ഓക്കെ, അപ്പൊ തീർച്ചയായും അത് ഒരാൾ ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒന്ന് ഗസ് ചെയ്യാമോ? 1800 ജംഷഡ്ജി ടാറ്റ. ഒന്ന്. രണ്ടാമത്തെ സ്വാമി വിവേകാനന്ദനാണ് ഞാൻ ആദ്യമായിട്ട് ഉദ്ദേശിച്ച ആള്. അദ്ദേഹം ചിക്കാഗോയിലെ പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. രണ്ടാമത്തെ ആള് ജപ്പാൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ അവർ നേടിയിട്ടുള്ള, വ്യവസായ രംഗത്ത് ജപ്പാൻ നേടിയിട്ടുള്ള ഒരുപാട് അഡ്വാൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യോക്കോഹാമയിൽ പോയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നതിന് മുമ്പ്. JN ടാറ്റ, ജാംഷഡ്ജി ടാറ്റ. ഇദ്ദേഹം ആ വർഷം ചിക്കാഗോയില് ഒരു വേൾഡ് കൊളംബിയൻ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഈ എക്സിബിഷൻ നടക്കുന്നത് കൊളംബസ് അമേരിക്കൻ തീരം കണ്ടുപിടിച്ചതിന്റെ 400ാമത്തെ വാർഷികമായിട്ടാണ് ആ ഒരു എക്സിബിഷൻ നടക്കുന്നത്. അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത്, ലോകത്ത് എന്തെല്ലാം അഡ്വാൻസ്മെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് പഠിക്കാനാണ് നമ്മുടെ ജാംഷഡ്ജി ടാറ്റ പോകുന്നത്. ഈ 2 പേർക്കും ഒരുപാട് സമാനതകൾ ഉണ്ടായിരുന്നു. അവർ എക്സ്പ്ലോർ ചെയ്യുന്നവരായിരുന്നു, അവർ അന്വേഷിക്കുന്നവരായിരുന്നു, ചിന്തകൾ ഉണ്ടായിരുന്നവരാണ്. സ്വന്തം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച് ഉത്കണ്ഠകൾ ഉണ്ടായിരുന്ന ഈ 2 പേരും ആ ഷിപ്പിൽ നമ്മളോടൊപ്പം യാത്രയുണ്ട്. ഈ അടുത്ത സ്ലൈഡ് ഇടാമോ? ഇവര് യാത്രക്കിടയിൽ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം യാത്ര കഴിഞ്ഞ് 2 പേരും തിരിച്ച് അവരുടെ നാടുകളിൽ എത്തിയ ശേഷം ജാംഷഡ്ജി ഒരു കത്ത് സ്വാമി വിവേകാനന്ദന് അയക്കുന്നുണ്ട്. മാഡം നെക്സ്റ്റ് സ്ലൈഡ്. ദീപ മാഡം, ദീപ മാഡം പോയോ? മാഡം കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. അടുത്ത സ്ലൈഡ് മാഡം. മാഡത്തിന് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടായി വോയിസ്. ഉണ്ടോ? എന്റെ ബുദ്ധിമുട്ട് ഞാൻ സ്ലൈഡ് നെറ്റ് ഔട്ടായി പോയി എന്റെ. ആണോ? സ്ലൈഡ് ഷെയറിംഗ് ബുദ്ധിമുട്ടാണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അത് കണക്ട് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ കണ്ടിന്യൂ ചെയ്യാം, മാഡം പറ്റുകയാണെങ്കിൽ ചെയ്യും. അദ്ദേഹം സ്വാമി വിവേകാനന്ദന് കത്ത് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആയിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ജാംഷഡ്ജി ടാറ്റ മാത്രം, അത് ആ സ്ലൈഡ് മുതൽ തുടങ്ങിയാൽ മതി. ജാംഷഡ്ജി ടാറ്റ മാത്രം വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു കാര്യമായിരുന്നില്ല. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാമി വിവേകാനന്ദന് ഒരു കത്ത് എഴുതാൻ തീരുമാനിച്ചു ഈ പ്രോജക്റ്റിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട്. അത് കിട്ടിയ ശേഷം അദ്ദേഹം തിരിച്ച് ഒരു കത്ത് എഴുതേണ്ടത്. ആ കത്ത്, സ്വാമിജി എഴുതിയ കത്ത്
ഇദ്ദേഹത്തിന് പേഴ്സണലായിട്ട് മാത്രമായിരുന്നില്ല, മൊത്തം രാജ്യത്തിനോടുള്ള ഒരു അപ്പീലായിരുന്നു. അതില് അദ്ദേഹം പറയുന്നുണ്ട് ആ കത്തില്, ഞാൻ അതിന്റെ ഫുള്ള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാടുണ്ടാവും. അതിൽ പറയുന്ന കണ്ടന്റിൽ മെയിൻ കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് 74 ലക്ഷത്തോളം വേണ്ടി വരുന്ന ഈ ഒരു പ്രോജക്റ്റില് നമ്മൾ രാജ്യം ഒന്നായിട്ട് ചേരേണ്ടതുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറയാണ്, രാജ്യത്തിനോട് മൊത്തമുള്ള അപ്പീലാണ്. One man, he is not the richest in the land, could find 30 lakhs. 30 ലക്ഷം അദ്ദേഹം മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. Not the whole country find the rest. നമ്മൾ മറ്റ് രാജ്യത്തിലെ മറ്റെല്ലാവരും ചേർന്ന് ബാക്കി കണ്ടെത്താൻ കഴിയുകയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷനായി മാറുകയും അദ്ദേഹത്തിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് നോക്കൂ മേഡം. അത് അദ്ദേഹം തിരിച്ചെഴുതിയിട്ടുള്ള കത്താണത്. അത് അതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് സ്ലൈഡ് ഇട്ടോളൂ. നമ്മളെ രണ്ടാമത്തെ സ്റ്റോറി, ഇത് നമ്മുടെ പുസ്തകത്തിൽ 7ാമത്തെ സ്റ്റോറി ആയിട്ടാണ് ഇത് വരുന്നത്. ദ ടൈറ്റൻ ഓഫ് അവർ ടൈംസ്. ഇന്ത്യൻ മാർക്കറ്റിംഗ് രംഗത്തിന്റെ ചരിത്രത്തിൽ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവന്റ് ആണ് 1985 നടന്നത്. ഇന്ത്യക്കാർ അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാതിരുന്ന ഒരു ഡെയിലി യൂസ് പ്രൊഡക്റ്റിന്റെ, അതിന്റെ ലൈഫ് സ്റ്റൈലിന്റെ അതിമനോഹരമായ ഡിസൈനുകളുടെ ഒരു വലിയ റേഞ്ചുമായി ഒരു ബ്രാൻഡ് അന്ന് 2 വർഷം കൊണ്ട് ഇന്ത്യയെ കീഴടക്കി. ആ ബ്രാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന്റെ ഒരു ക്ലൂ ഒക്കെ ഇതിലുണ്ട്. പറയാൻ പറ്റുമോ? ടാറ്റ എയർലൈൻ. എന്തായിരുന്നു? ടൈറ്റൻ ടൈറ്റൻ. ദ ടൈറ്റൻ ഓഫ് അവർ ടൈംസ് ആ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണിത്. ഈ കമ്മിറ്റ്മെന്റിന്റെ കഥ ഇങ്ങനെയാണ്. ഈ ടൈറ്റൻ എന്ന കമ്പനിയുടെ ഹെഡ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരിലാണ്. പക്ഷെ ഇതിന്റെ പ്രധാന പ്രൊഡക്ഷൻ സെന്റേഴ്സ് വരുന്നത് ധർമ്മപുരി ജില്ലയിലെ ഹോസൂർ എന്ന സ്ഥലത്താണ്. ആ കമ്പനി എനിക്ക് പലതവണ അതിന്റെ ഉള്ളിൽ പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹോസൂർ വർക്ക് ചെയ്തിരുന്നു 2 വർഷം. ഞാൻ എൻ്റെ MBA ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രോജക്റ്റ് HR പ്രോജക്റ്റ് ടൈറ്റനിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുമായിട്ട് അടുത്ത് അറിയുവാനും പഠിക്കുവാനുള്ള ഒരു അവസരം അവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു സെഷന് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഈ ടാറ്റ ഗ്രൂപ്പിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇതിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത്, ഈ ഒരു ടൈറ്റൻ എന്ന് പറഞ്ഞ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് ടാറ്റ ഗ്രൂപ്പും, രണ്ടാമത് തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ടിഡ്കോയും കൂടി ചേർന്നാണ്. ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ധർമ്മപുരി എന്നിട്ടുള്ള ഒരു ജില്ലയിലാണ്. ആ സ്ലൈഡ് ഒരു 2 ക്ലിക്ക് കൂടി കൊടുത്തോളൂ. ധർമ്മപുരി എന്ന ജില്ലയിലാണ്. ധർമ്മപുരി എന്ന ജില്ലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലെ ഏറ്റവും പിന്നോക്കമായിട്ട് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് ധർമ്മപുരി ജില്ല. ഇവര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവർ ആദ്യം തന്നെ അവര് ജോലിക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലും പോയി +2 വരെയെങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികളെ, ഒരു 17-18 വയസ്സുള്ള കുട്ടികളെ അവര് സെലക്ട് ചെയ്തിട്ട് ഒരു റഫ് സ്ക്രീനിങ് ചെയ്ത ശേഷം നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് അവിടെ ജോലി കൊടുക്കാൻ ചെയ്തു. നല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ശമ്പളം കൊടുത്തു. അതിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ധർമ്മപുരി ജില്ലയിലെ ഒരുപാട് കുടുംബങ്ങളെ, 2000 തൊഴിലാളികൾക്ക് ആദ്യം തന്നെ അവർ ജോലി കൊടുത്തിട്ടുണ്ട്. അത്രയും കുടുംബങ്ങളെ അവരൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ലക്ഷ്യം. അത്രയും പേരെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോ ഈ പാവപ്പെട്ട വീടുകളിലേക്ക് ടൈറ്റന് ഒരു കൈത്താങ്ങാക്കാൻ കഴിയണം എന്നുള്ളതായിരുന്നു ആ ഉദ്ദേശം. ഈ ടൈറ്റൻ എന്ന കമ്പനിയുടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും ടാറ്റ ഗ്രൂപ്പുമാണ്. പക്ഷെ അവരുടെ ഓരോ പ്രോഡക്റ്റിന്റെയും ക്വാളിറ്റി നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ടൈറ്റൻ ഗ്രൂപ്പിൽ ടൈറ്റൻ വാച്ചസിനും ഫാസ്റ്റ് ട്രാക്കും അതുപോലെ ടൈറ്റൻ ജ്വല്ലറി, തനിഷ്ക് എന്ന് പറഞ്ഞ ജ്വല്ലറി ഒക്കെ അവരുടെ ആ ഒരു ഒറ്റ കോമ്പൗണ്ടിലാണ്, അടുത്തടുത്ത കോമ്പൗണ്ടിലായിട്ടാണ് അവരുടെ ഫാക്ടറി എല്ലാം നടക്കുന്നത്. അവിടുത്തെ ഓരോ പോളിസീസും ഭയങ്കര പ്രത്യേകത. കാരണം പറയാൻ പറ്റാവുന്നത്,
അവിടുത്തെ ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി പോലും അവിടെ കാഡർ വ്യത്യാസമില്ലാതെയാണ്. ഒരു സാധാരണ ഒരു തൂപ്പ് ജോലി ചെയ്യുന്ന ആൾക്കും അവിടുത്തെ ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സിഇഒ എന്ന് പറയുന്ന സക്സസ് ദേശായിക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരേ ക്യാൻറ്റീനാണ്. ഒരേ ഐറ്റമാണ് സെർവ് ചെയ്യുക. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഞാൻ ഹൊസൂറിലെ ഈ ഇത്തരം ഇൻസ്പെക്ഷനുകൾക്കായിട്ട് പോകുന്ന സമയത്ത് മിക്കവാറും ഉച്ച സമയങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ക്യാൻറ്റീനിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുജ ഗ്രൂപ്പിന്റെ അശോക് ലൈലാൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 തരം ക്യാൻറ്റീനാണ്. 4 ഡിഫറെന്റ് ലെവൽ ഫുഡുമാണ്. ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവിന് ഒരു ഫുഡ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഒന്ന്, സാധാരണ ക്ലറിക്കൽ സ്ഥാപനത്തിലുള്ള ആൾക്കാർ, എംപ്ലോയീസിന് വേറെ, അങ്ങനെ 4 കാറ്റഗറി. ഇവിടെ ഈ ടൈറ്റനിലും അതുപോലെ TVSന്റെ കമ്പനികളിലും ആണ് ഈ ഒരു വിവേചനമില്ലാതെ ഭക്ഷണശാലയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പം അവര് വരിക്കാണ് ഇരിക്കുക. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഒരു സ്ഥലത്ത് വന്നിരുന്നത് അവിടുത്തെ ഒരു സാധാരണ തൊഴിലാളിയാണെങ്കിൽ ചിലപ്പം അവരുടെ സീനിയർ മോസ്റ്റ് മാനേജർ ആയിരിക്കും തൊട്ടടുത്ത സീറ്റിൽ വരിക. ആ ഓർഡറിലാണ് അങ്ങനെ ഭക്ഷണം നൽകി പോവുക. അപ്പം ടൈറ്റൻ ഗ്രൂപ്പിലും ആ ഒരു പോളിസി തന്നെയാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം മാഡം. വൈ ജാംഷഡ്ജി ബിൽറ്റ് താജ്? എന്തുകൊണ്ടാണ് ജാംഷഡ്ജി താജ് ഉണ്ടാക്കിയത്? എന്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? ഒന്ന് ഗസ് ചെയ്യാമോ? ബോംബെ താജ് ഹോട്ടൽ. ബോംബെ താജ് ഹോട്ടൽ, താജ്മഹൽ ഹോട്ടലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 36ാമത്തെ സ്റ്റോറിയാണ് ഈ ബുക്കിലെ. അത് ഈ ഒരു അനൗൺസ്മെന്റ് അദ്ദേഹം കുടുംബത്തിലാണ് ഈ അനൗൺസ്മെന്റ് ആദ്യമായിട്ട് പറഞ്ഞത്, ഞാനൊരു ഹോട്ടൽ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതിന് പിന്നില് ചെറിയൊരു കഥയുണ്ട്. 1800കളുടെ അവസാനത്തില് യൂറോപ്യൻ ഹോട്ടലായിട്ടുള്ള വാട്സൺ ഹോട്ടലില് ജാംഷഡ്ജി, അതായത് ജയൻ ടാറ്റ പോവുകയുണ്ടായി. അദ്ദേഹത്തെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല. അടുത്ത സ്ലൈഡ് ഇട്ടോളൂ മാഡം, അടുത്ത 2 സ്ലൈഡ് അടിച്ചോളൂ. അനുവദിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ യൂറോപ്യൻ അല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. വേറൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം അവിടേക്ക് ചെന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് ആർ നോട്ട് അലൗഡ്. ഇത് കെട്ടുകഥയാണോ എന്ന് അറിയില്ല. പക്ഷേ ടാറ്റ ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ചാൾസ് അലനും ശരത് ദ്വിവേദിയും ദ ലൈഫ്സ് ഓഫ് ഇന്ത്യൻ പ്രിൻസസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട് ഇതിനൊരു സാധ്യതയില്ല, ഇത്തരം കെട്ടുകഥകൾക്ക് സാധ്യതയില്ല എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു പെട്ടെന്നുള്ളൊരു പ്രൊവോക്കേഷനെ കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല ജാംഷഡ്ജി ടാറ്റ. അപ്പൊ പെട്ടെന്ന് അവിടെ യൂറോപ്യൻ ഹോട്ടലിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു ഹോട്ടൽ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു ഇമ്പൾസിൽ തീരുമാനം എടുക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് അതിന് സാധ്യതയില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഒരു സ്റ്റോറി നമ്മളെ ബിസിനസ് സർക്കിളിൽ പറഞ്ഞു നടക്കുന്നത് അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹം ഈ ഹോട്ടൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഒരു ആദ്യമായിട്ട് പറയുന്നത് അദ്ദേഹം കുടുംബത്തിലാണ് പറയുന്നത്. ഫാമിലിയിൽ അത് പറഞ്ഞ സമയത്ത് പിന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചോദിച്ചു, യു ആർ ബിൽഡിംഗ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇൻ ബാംഗ്ലൂർ, എ ഗ്രേറ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. നൗ യു ആർ ഗോയിങ് ടു മേക്ക് എ ഈറ്റിംഗ് ഹൗസ്. കാരണം ജാംഷഡ്ജി ടാറ്റ ഒരു വലിയ ഹോട്ടലാണ് വിഭാവനം ചെയ്തത്. അദ്ദേഹത്തിന്റെ വിഷൻ വളരെ വലുതായിരുന്നു. ആ ലെവലിൽ ചിന്തിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. കാരണം അവർ ഉദ്ദേശിച്ചത് ചെറിയൊരു ഈറ്റിംഗ് ഹൗസ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വിഷൻ ഭയങ്കര വലുതായിരുന്നു. ആ വിഷൻ എന്താന്നുള്ളത് അതിന്റെ തുടക്കത്തിൽ പറയാം. 1898 ഇത് അനൗൺസ് ചെയ്തത് അദ്ദേഹം ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന്. ഈ ഹോട്ടൽ തുടങ്ങാൻ പോകാന്നുള്ള അനൗൺസ്മെന്റിന് ശേഷം അതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ബോംബെ പോർട്ട് ട്രസ്റ്റ് എന്ന് അദ്ദേഹം അപ്പോൾ ബണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ലീസിന് സ്ഥലം എടുത്തു. ഈ സ്ഥലം എടുത്ത ശേഷം അടുത്ത ചാലഞ്ച് 26 ലക്ഷം രൂപ ഉണ്ടാക്കണം. അന്ന് അതൊരു വലിയ എമൗണ്ട് ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ആ ഹോട്ടലിൽ ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലണ്ടൻ, പാരീസ്, അതുപോലെ ബെർലിൻ നഗരങ്ങളിൽ ഇതിനു വേണ്ടി ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് യാത്ര ചെയ്തു. എന്നിട്ട് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അമ്യൂണിറ്റീസ് ആ ഹോട്ടലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ ഫാൻസ് ഒക്കെ കൊണ്ടുവന്നത്, ഇലക്ട്രിക് ഫാനുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അമേരിക്കയിൽ നിന്നായിരുന്നു. ലിഫ്റ്റിന്റെ ടെക്നോളജി കൊണ്ടുവന്നത് ജർമ്മനിയിൽ നിന്നായിരുന്നു.
സ്റ്റീൽ പില്ലർ എല്ലാം കൊണ്ടുവന്നത് പാരീസിൽ നിന്നായിരുന്നു. സ്റ്റീൽ പില്ലർ സാധാരണ സ്റ്റീൽ പില്ലേഴ്സ് അല്ല, ഈഫൽ ടവറിന് യൂസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി വരുന്ന സ്റ്റീൽ പില്ലേഴ്സ് ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ലൈറ്റ് കത്തിച്ച ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു താജ്മഹൽ ഹോട്ടൽ. അങ്ങനെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് അദ്ദേഹം ഇത് തുടങ്ങിയിട്ടുള്ളത്. 1903 ഈ ഹോട്ടല് അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് അത് തുടങ്ങിയപ്പോ ആ റൂമിന്റെ ഒരു ദിവസത്തെ ടാരിഫ് 6 രൂപയായിരുന്നു. ഇന്ന് ആ റൂം നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന്റെ ഒരു ദിവസത്തെ വാടക 26,000 രൂപയാണ് booking.com നോക്കിക്കഴിഞ്ഞാൽ. ആദ്യകാലങ്ങള് വിമർശകര് ടാറ്റയെ കുറിച്ച് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു, ഇത് താജ്മഹൽ ടാറ്റേന്റെ ഒരു വെള്ളാനയാണ്, ഒരു വൈറ്റ് എലഫന്റ് ആണ്, അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഇതിലുണ്ടാവുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും ഫൈനസ്റ്റ് ലക്ഷറി ഹോട്ടലായിട്ട് താജ്മഹൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിഷണറിയെ നമുക്ക് സെലക്ട് ചെയ്തേ മതിയാവുള്ളൂ. 1897 താജ് നിർമ്മിക്കണമെന്ന് ജയൻ ടാറ്റ ആഗ്രഹിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ്, അതിന്റെ വേറൊരു കാരണം കൂടി നമുക്ക് ചിന്തിക്കാവുന്നത്, 1897 അദ്ദേഹം തീരുമാനിക്കുന്നത്. അതിന്റെ ഒരു 2 വർഷം മുമ്പെയാണ് ബോംബെയിൽ ഈ പ്ലേഗ് വരുന്നത്. പ്ലേഗ് വന്നു കഴിഞ്ഞിട്ട് ചുറ്റും മരണമാണ്. ഒരാഴ്ചയിൽ 2000, 2500, 3000 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കാം. അപ്പോ ഒരു എക്സോഡസ് സിറ്റിന്റെ പുറത്തേക്ക് നടക്കുകയാണ്. അതായത് സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ആളുകൾ പുറത്തേക്ക് പോവാണ്. ബിസിനസ് എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാവാണ്, ഫാക്ടറീസ് ക്ലോസ് ചെയ്യാണ്. അപ്പോ ബോംബെ എന്ന പട്ടണത്തിന്റെ ആ ഒരു പ്രൗഢിയെല്ലാം നഷ്ടപ്പെട്ടു പോവാണ് പ്ലേഗ് വന്നു കഴിഞ്ഞിട്ട്. അപ്പോ ലോകത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആ സ്ഥാനം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഒരു പക്ഷെ ജയൻ ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ വലിയ ക്വാളിറ്റിയിൽ ഇങ്ങനെ ഒരു ഹോട്ടല് കൊണ്ടുവരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായത്. അപ്പൊ അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷാജഹാൻ ബിൽറ്റ് താജ്മഹൽ ഫോർ ദ ലവ് ഓഫ് ഹിസ് ലൈഫ്, ദാറ്റ് ഈസ് ഹിസ് വൈഫ്. പക്ഷേ ഐ ബിൽറ്റ് താജ്മഹൽ ബിക്കോസ് ഓഫ് ദ ലവ് ഫോർ മൈ സിറ്റി. എന്റെ സിറ്റി ബോംബെക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ താജ്മഹൽ ഞാൻ ഉണ്ടാക്കിയതെന്ന്. നോക്കൂ, എത്രത്തോളം ഉദാത്തമായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതിൽ എത്ര പൈസ ചെലവായി എന്നല്ല, എന്റെ സിറ്റിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ സിറ്റിയുടെ ആ പ്രൗഢി പ്രൗഢിയുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇടയ്ക്ക് അതിലെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സരോജിനി നായിഡു ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള ശരത് ദ്വിവേദിയായിട്ട് പിണങ്ങും പോലെ. അപ്പോ ഇവർക്ക് സ്ഥിരമായിട്ടൊരു സൂട്ട് അവിടെ ഉണ്ടായിരുന്നു സരോജിനി നായിഡു. അപ്പം മിക്കവാറും ആ സൂട്ടിൽ വന്നാണ് താമസിക്കുക എന്ന രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി കൂടി ഇതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. മാഡം അടുത്ത സ്ലൈഡ് ഇടാമോ? ലൈഫ്സ് ഓഫ് ഇന്ത്യൻ പ്രിൻസസ് എന്ന് പറയുന്നത് ടാറ്റയുടെ പിന്നെ ലീഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ശരത് ദ്വിവേദിയും ചാൾസ് അലൻ എഴുതിയിട്ടുള്ള. അതിലാണ് ഇതിന്റെ ഒരു സ്റ്റോറി പറയുന്നത്. ആ സ്റ്റോറി ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നെക്സ്റ്റ് മാഡം. താജ്മഹലിന്റെ അന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് അതിന്റെ ടാരിഫ് കാണിക്കുന്ന ഒരു കാർഡാണത്. ഫ്രം ₹6 ഓൺവേർഡ്സ് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് മാഡം. അടുത്ത 12ാമത്തെ പുസ്തകത്തിലെ 12ാമത്തെ സ്റ്റോറിയാണ് ഡയമണ്ട്സ്, സ്റ്റീൽ ആൻഡ് ഹേർട്സ് ഓഫ് ഗോൾഡ് എന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജാഗർ ഫോണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൈൻ ഉണ്ട്, ഡയമണ്ട് ഫൈൻ ഉണ്ട്. 1870 അവിടുന്ന് 9.6 മില്യൺ ക്യാരറ്റ് മൂല്യമുള്ള ഒരു ഡയമണ്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. 1895 അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത ഈ ഡയമണ്ടിന്റെ പറയുന്നത് ലോകത്തെ ഡയമണ്ടിൽ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഡയമണ്ടിൽ 6th ലാർജസ്റ്റ് ആണ് എന്ന്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി അധികം കേട്ടിട്ടില്ല. കോഹിനൂർ ഡയമണ്ടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കോഹിനൂർ ഡയമണ്ടിനേക്കാളും 2 ഇരട്ടി മൂല്യവും വലുപ്പവുമുള്ള ഒരു ഡയമണ്ടാണ് ജൂബിലി ഡയമണ്ട്. ഈ ജൂബിലി ഡയമണ്ട് എന്നതിന്റെ പേര് വരാൻ കാരണം എന്താ വെച്ചാൽ, ഇത് എക്സ്കവേറ്റ് ചെയ്ത സമയത്തായിരുന്നു നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ അവരുടെ ഒരു റൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചത്. അതുകൊണ്ടാണ് ജൂബിലി ഡയമണ്ട് എന്ന് ഇതിന് പറയാനുള്ള കാരണം. ഈ ഡയമണ്ടിന് ടാറ്റ ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധമുണ്ട്. 1900 പാരീസ് എക്സിബിഷനിൽ ഈ ഡയമണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് ജയൻ ടാറ്റയുടെ മകനായ സർ ദൊറാബ്ജി ടാറ്റ ഇത് കാണുകയുണ്ടായി. ഇത് കണ്ട് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം ഈ ഡയമണ്ട് വാങ്ങി. അന്ന് 1 ലക്ഷം പൗണ്ട് കൊടുത്തിട്ടാണ് ഈ ഡയമണ്ട് വാങ്ങിക്കുന്നത്.
1900 ഈ 1 lakh പൗണ്ടിന്റെ വില. അത് ഇന്ന് 182 കോടി ഇന്ത്യൻ രൂപ വരും ഏകദേശം. ഇതാണ് അദ്ദേഹം വാങ്ങിയത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് ഗിഫ്റ്റ് ചെയ്തത്, ഈ ഡയമണ്ട് വെറുതെ വാങ്ങിയതല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മെഹർബൻ അവർക്ക് കൊടുക്കാനായിട്ടാണിത് വാങ്ങിയത്. ഇങ്ങനെ ഒരു ഭർത്താവോ? നെറ്റിച്ച് വയ്ക്കരുത്, സത്യമാണ്. ഇത്രയും വലിയൊരു ഡയമണ്ട് അദ്ദേഹം വാങ്ങി മെഹർബാനിന് കൊടുക്കേണ്ടായി. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് ഇടൂ മാഡം. ഇതാണ് ആ ഭാഗ്യവതിയായ മെഹർ ബായ്. നെക്സ്റ്റ് ഒന്ന് കാണിക്കൂ. ഡയമണ്ട് കൊടുത്ത കശ്മലിനാണ് അടുത്ത 182 കോടിയുടെ ഡയമണ്ട് കൊടുത്ത കശ്മലിനാണ് ദൊറാബ്ജി ടാറ്റ. ഈ ദൊറാബ്ജി ടാറ്റയുടെ ഗ്രൂപ്പിന്റെ സാരഥ്യം ഏറ്റെടുത്ത് വേൾഡ് വാർ 2 കാലം ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ടാറ്റ സ്റ്റീൽ ആയിരുന്നു അന്ന് അവരുടെ ഏറ്റവും വലിയൊരു എന്റർപ്രൈസ്. ടാറ്റ സ്റ്റീലിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ജപ്പാനിലായിരുന്നു ഒരുപാട് ഓർഡേഴ്സ് അവിടെ വന്നിരുന്നത്. ഈ വേൾഡ് വാറിന് ശേഷം ജപ്പാനിലുള്ള ഓർഡേഴ്സ് കംപ്ലീറ്റ് കിട്ടാതെയായി. ഇൻഫ്ലേഷനും ലേബർ ഇഷ്യൂസും എല്ലാം കൂടി ചേർന്ന് ടാറ്റ സ്റ്റീൽ ആകെ ഒരു പ്രശ്നത്തിലേക്ക് പോയി തുടങ്ങി. അപ്പോ 1924 ആയപ്പം ജാംഷഡ്പൂരിലാണ് ഈ ടാറ്റ സ്റ്റീൽ കമ്പനി ഉള്ളത്. അവിടുന്ന് ഒരു ടെലിഗ്രാം വരികയാണ് ബോംബെയിലേക്ക്. ആ ടെലിഗ്രാമിന്റെ ഉള്ളടക്കം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ ടാറ്റ സ്റ്റീലിൽ പൈസ ഇല്ല എന്നുള്ളതാണ്. അപ്പോ ജാംഷഡ്ജിക്കും ഭാര്യ മെഹർബായിക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അവരെന്ത് ചെയ്തു? അങ്ങനെ ഒരു അവസ്ഥ ടാറ്റ ഗ്രൂപ്പിന് ഉണ്ടാവാൻ പാടില്ല. എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ അവർ എൻറ്റയർ പ്രോപ്പർട്ടി അവർ ഇമ്പീരിയൽ ബാങ്കിലേക്ക് പ്ലഡ് ചെയ്തു, ഇൻക്ലൂഡിങ് ദിസ് ഡയമണ്ട്. ഈ ഡയമണ്ട് അടക്കം പ്ലഡ് ചെയ്തിട്ട് അവര് ഇമ്പീരിയൽ ബാങ്കിൽ നിന്ന് പണം എടുക്കുകയും അവരെ എംപ്ലോയീസിന് സാലറി കൊടുക്കാനുള്ള ഒരു സൗകര്യം റെഡിയാക്കുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം എൻറ്റയർ പ്രോപ്പർട്ടി പ്ലഡ് ചെയ്തുകൊണ്ട് സ്വന്തം തൊഴിലാളികൾക്ക് ഒരു ദിവസം പോലും ശമ്പളം വൈകി പോകരുതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ടാറ്റ എന്ന് പറയുമ്പോൾ അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, എംപ്ലോയി വെൽഫെയറിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 2000-കളിലല്ല ഇത് നടക്കുന്നത്, 1924 കാര്യമാണ് അത് പറയുന്നത്. ലേബർ ലോസ് ലോകത്തെവിടെയും അതിനൊരു പ്രത്യേക ഫോർമുലേഷൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ വിഷണറി അത് നടപ്പിലാക്കിയിരുന്നു എന്ന് കാണുമ്പോഴാണ് ടാറ്റയുടെ മൂല്യം നമ്മൾക്ക് അറിയുന്നത്. അവരുടെ പേഴ്സണൽ സാക്രിഫൈസ് ആണ് ടാറ്റ സ്റ്റീലിനെ ഇന്നത്തെ നിലയിൽ നടത്തുന്നത്. അന്ന് ഒരുപക്ഷെ അവർക്ക് അത് തയ്യാറായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ടാറ്റ സ്റ്റീല് അടഞ്ഞു പോകുമായിരുന്നു. ഇവരെ മരണത്തിന് ശേഷം ഇവർ രണ്ടുപേരും, മെഹർബായ് അവര് ലുക്കീമിയ ബാധിച്ചിട്ടാണ് അവര് മരിക്കുന്നത് 50-ാമത്തെ വയസ്സിൽ. അവർ മരിച്ച അടുത്ത വർഷം തന്നെ ഹസ്ബൻഡ് ദൊറാബ്ജി ടാറ്റയും മരിക്കുകയാണ്. ഇവർ മരിക്കുന്നതിന് മുമ്പേ അവർ വില്ല എഴുതി വെച്ചത് ടാറ്റ ട്രസ്റ്റിലേക്കാണ്, എൻറ്റയർ പ്രോപ്പർട്ടി. അവര് ഇത് പ്ലഡ്ജ് ചെയ്തിരുന്നെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ് പ്ലഡ്ജ് ചെയ്ത പ്രോപ്പർട്ടി അവർ തിരിച്ചെടുത്തു ടാറ്റ സ്റ്റീലിൽ ലാഭം വന്ന സമയത്ത്. ഈ ജൂബിലി ഡയമണ്ട് പിന്നീട് വിൽക്കുകയുണ്ടായി 1937. ഈ ജൂബിലി ഡയമണ്ട് വിറ്റിട്ടാണ് ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, നമ്മളെ ഇന്ന് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാവുന്ന ഹിസ് എന്ന് നമ്മൾ വിളിക്കുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, അതുപോലെ TIFR ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഈ 3 സ്ഥാപനങ്ങളും ആരംഭിക്കാനുള്ള പണത്തിന് സഹായിച്ചത് ഈ ഡയമണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ ജൂബിലി ഡയമണ്ടിന് ടാറ്റ എന്ന എംപയറിന്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ഒരുപാട് സ്ഥാനമുണ്ട്. മാഡം അടുത്ത സ്ലൈഡ് ഒന്ന് ഇടാമോ? മാഡം, യു ആർ ദേർ? ദീപ മാഡം? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. 23-ാമത്തെ സ്റ്റോറിയാണ് ടാറ്റ ആൻഡ് ഒളിമ്പിക്സ് എന്നത്. മാഡം ഉണ്ടെങ്കിൽ ഒന്ന് സ്ലൈഡ് ചെയ്യണേ. നമുക്കറിയാം PV സിന്ധുവും അഭിനവ് ബിന്ദ്രയും മേരി കോമും നീരജ് ചോപ്രയും മെഡൽ നേടുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അതൊരു ദേശീയ വികാരമായിട്ട് നമ്മളത് കാണുന്നുണ്ട്. 1984 PT ഉഷ 400 മീറ്റർ ഹെഡിൽസില് ഫൈനലില് മൊറോക്കോയുടെ നവൽ എൽ മൗത്തവാക്കൽ, അതുപോലെ അമേരിക്കയുടെ ജൂഡി ഫോസ്റ്റർ, റൊമാനിയയുടെ ക്രിസ്റ്റിന കോഷാക്കാറു, അവരുടെ 3 പേരും പിന്നില് സെക്കൻഡിൽ 100 ഒരു അംശത്തില് മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾക്കെല്ലാം ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ
ദേശീയ വികാരം എന്ന് പറയുന്നത്. സ്പോർട്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു ഈ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഇമേജ് ഇന്ത്യൻ ഹോക്കി ടീമാണ്. 1928 ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക് ഹോക്കി സ്വർണം നേടിയിട്ടുള്ള ടീമിന്റെ ഫോട്ടോ ആണ്. 1919 ഡൊറാബ്ജി ടാറ്റ, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തി തന്നെ, ഇദ്ദേഹം ഈ ഡക്കാൻ ജിംഖാനയില് ഒരു ഓട്ടമത്സരം കാണുമായിരുന്നു. അപ്പോ ഇത് കാണുന്ന സമയത്ത് തൊഴിലാളികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. അവരുടെ പെർഫോമൻസ് കണ്ട സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഈ വേൾഡ് സ്റ്റേജിൽ ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ എന്ന്. അപ്പോ അദ്ദേഹം ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇന്ത്യക്കൊന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇന്ത്യക്ക് ഒരു ഒളിമ്പിക് അസോസിയേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനുള്ള സൊല്യൂഷൻ കണ്ടു. അന്നത്തെ ബോംബെ ഗവർണറെ എങ്ങനെയോ പിടിച്ചിട്ട് ഇന്ത്യയുടെ പേരിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ അഫിലിയേറ്റ് ചെയ്യാനുള്ള സംവിധാനം അദ്ദേഹം ചെയ്തു. പിന്നീട് അടുത്ത ചാലഞ്ച് വന്നു, ഈ പോവാനുള്ള പണം കണ്ടെത്താനുള്ള ഒരു നിർവാഹമില്ല. അവസാനം അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാണ് ആ പണവും ദൊറാബ്ജി ടാറ്റ തന്നെ കണ്ടെത്തി 1920 ആദ്യമായിട്ട് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യക്കാര് ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയാണ്. അത് സംഭവിക്കുന്നത് ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. അന്ന് 6 പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. 4 ഓട്ടക്കാരും 2 ഗുസ്തിക്കാരും. അന്ന് ഒരു മെഡലും നമുക്ക് കിട്ടിയില്ല. പിന്നെ 1924 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പങ്കെടുക്കാനുള്ള സംവിധാനം അദ്ദേഹം ചെയ്തു. 28 നടന്ന ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണം കിട്ടുന്നത്. അപ്പോ സ്പോർട്സിന്റെ കാര്യത്തിൽ പോലും ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു. അതിൽ വേറൊരു കണക്ടിങ് ഒരു സ്റ്റോറി ഉണ്ട്. 1947 ഇന്ത്യക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ ശേഷം, അതിനു മുമ്പ് തന്നെ ഇന്ത്യ ഒളിമ്പിക്സിൽ ഒരുപാട് തവണ സ്വർണം നേടിയിട്ടുണ്ട്. 28 ഒളിമ്പിക്സിൽ ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം കിട്ടിയതിന് ശേഷം 32 കിട്ടി, 36 ബെർലിനിൽ കിട്ടി, പിന്നെ 40 44 ഒളിമ്പിക്സ് നടന്നില്ല, 48 ലണ്ടൻ ഒളിമ്പിക്സിൽ വീണ്ടും കിട്ടി, 52 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ വീണ്ടും കിട്ടി, 52 അങ്ങനെ തുടർന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. വായിക്കാനാണോ? അല്ല, ആ ഫോട്ടോ എന്താണ് പറയാൻ പറ്റും, ആ ഒരു അതിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. എന്നാൽ ഒന്നുകൂടി അതെ, JRD ടാറ്റയുടെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ആണ്. ഈ ഫോട്ടോ രത്തൻ ടാറ്റയ്ക്ക് അയച്ചു കൊടുക്കാൻ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കൽപ്പന ചൗളയെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു JRD ടാറ്റ. അതായത് കർണാൽ എന്ന് പേരുള്ള ഒരു ചെറിയ ഇന്ത്യൻ പട്ടണത്തിൽ നിന്ന് ശൂന്യാകാശത്തിന്റെ തലങ്ങളിലേക്ക് പറന്നു വരാൻ വേണ്ടിയിട്ട് ഈ കൽപ്പന ചൗല എന്ന ആ മഹാവ്യക്തിക്ക് ഇൻസ്പിറേഷൻ ആയത് JRD ടാറ്റ എന്ന ഗ്രേറ്റ് വിഷണറിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. അത് ഈ ലാസ്റ്റിലെ ഫ്ലൈറ്റിൽ പോലും ഈ ഫോട്ടോന്റെ ഒരു കോപ്പി കയ്യിൽ വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു കൽപ്പന ചൗളയെ സംബന്ധിച്ചിടത്തോളം JRD ടാറ്റ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം മാഡം. പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് 26ാമത്തെ സ്റ്റോറിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കഥയാണത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പെട്ടെന്ന് കിട്ടിയെങ്കിലും അതിനുശേഷമുള്ള ആ പകലുകളും രാത്രികളും നമുക്ക് അത്ര സന്തോഷം നൽകുന്നതായിരുന്നില്ല. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ലഹളകൾ ഉണ്ടായി, മരണം ഒരുപാടുണ്ടായി. ഇന്ത്യ എന്ന പുതുതായ ജന്മം കൊണ്ട രാജ്യത്തിന് താങ്ങാൻ പറ്റാത്ത അത്ര പ്രശ്നങ്ങള്, റെഫ്യൂജി ഇൻഫ്ലക്സ് എല്ലാം വന്നു. എങ്ങനെ റെഫ്യൂജീസിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ടാസ്കായി മാറി. അപ്പോൾ 20 മില്യൺ ആയിട്ടുള്ള ജനങ്ങളാണ് റെഫ്യൂജീസ് ആയിട്ട് വന്നത്. പ്രൈം മിനിസ്റ്ററുടെ റിക്വസ്റ്റ് പ്രകാരം ടാറ്റാസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ഒരു വലിയ സ്റ്റുഡൻസിന്റെ ഒരു ടീം ഡൽഹിയിലേക്ക് അയച്ചു. ഈ കുട്ടികളായിരുന്നു എങ്ങനെയാണ് ഈ റെഫ്യൂജീസിന്റെ കംപ്ലീറ്റ് കണക്കെടുത്തുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് ഒരു പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തിരുന്ന ഈ കുട്ടികളായിരുന്നു ഡൽഹിയിൽ ഇരുന്നുകൊണ്ട്. അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് JRD ടാറ്റയ്ക്ക് ഒരു ആശയം തോന്നുകയുണ്ടായി. കാരണം
ഇത്തരം പ്രശ്നങ്ങൾ ഒരു രാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെലവ് പെട്ടെന്നുണ്ടാവും. പെട്ടെന്ന് ഒരു പക്ഷേ രാജ്യത്തിന് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഒരു റിസർവ് ഫണ്ടിന്റെ ഒരു ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം അത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവായിട്ട് ആശയം കൈമാറി. ഇങ്ങനെ ഒരു ഫണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കണം നല്ല സമയങ്ങളിൽ. എന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ആദ്യത്തെ കോൺട്രിബ്യൂഷൻ ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് JRD ടാറ്റ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആശയം കൊടുക്കുന്നത് JRD ടാറ്റയാണ്. അപ്പോ ഇത്തരം ഇന്ത്യയിൽ ഇന്നും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ബാക്ക് ഓൺ ചെയ്യുന്നത് ഈ റിലീഫ് ഫണ്ടിന്റെ സഹായമാണ്. പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ഇപ്പോൾ ഒരു പ്രളയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടേക്കുള്ള ഒരു റിഹാബിലിറ്റേഷന് വേണ്ടി സഹായിക്കുന്നത് ഈ ഫണ്ടാണ്. ഇതിന്റെ ആശയം പോലും ടാറ്റ ഗ്രൂപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ രാജ്യത്തിനെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ സംഭാവന ചെയ്തിട്ടുള്ള ടാറ്റ എന്നൊരു ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ചുള്ള ഈ പുസ്തകത്തെ അതിന്റെ ഒരു ഇഫക്റ്റിനെ നിങ്ങൾക്ക് അത് 31ഓളം കഥകൾ, എനിക്ക് തോന്നുന്നു ഒരു 9ഓളം സ്റ്റോറീസ് ഞാൻ വളരെ ഓടിപ്പോയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ 9 കഥകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് പകർന്നു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി 31ഓളം കഥകൾ ബാക്കിയുണ്ട്. അതും ഇതിൽ കൂടുതൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ആ പുസ്തകം നിങ്ങൾ വായിക്കണം. അത് വായിക്കാനുള്ള ഒരു പ്രചോദനമാണ് എൻ്റെ ഈ ഒരു എഫേർട്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ എഫേർട്ടിന് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, കേട്ട 9 കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേൾക്കാത്തത് ഇനി അതിമധുരമായിട്ട് അവിടെയുണ്ട്. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് നമ്മൾ എപ്പോഴും പാടാറുണ്ട്. അതിലേക്കായി നിങ്ങളിത് വായിക്കണം. ഈ ടാറ്റ ഈ പുസ്തകത്തിന് പുറമെ വേറൊരു പുസ്തകം കൂടിയുണ്ട് കൂടെ വായിക്കാവുന്നത്, ടാറ്റ സാഗ എന്ന് പറഞ്ഞിട്ട്. അതും ഹരീഷ് ഭട്ട് ഇതുപോലെ വേറെ പലരുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കഥകളുടെ ഒരു കോമ്പയിലേഷൻ ആണ്. അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് once again my gratitude is due to Positive Comment Thrissur for giving me such an illustrious audience before me this day. Thank you very much. താങ്ക് യു സോ മച്ച് മുരളി സർ. സത്യം പറഞ്ഞാൽ ഒരു ബുക്ക് റിവ്യൂ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു സാറിന്റെ പ്രസന്റേഷൻ. പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് എന്താ പറയാ, നമുക്കൊരു ഗൂസ് ബംസ് ഒക്കെ വരുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം. 1893 ഒരു കപ്പൽ യാത്രയിൽ തുടങ്ങി ടാറ്റ ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരുപാട് നാഴികക്കല്ല് പറഞ്ഞു തരാൻ സാറിന് വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു. ശരിക്കും ഞാൻ ആ ഒരു ചോദ്യം സാറ് ചോദിക്കുമ്പോഴത്തേക്ക്, അതായത് 147 വർഷങ്ങൾക്ക് മുന്നേ ക്രഷ് മില്ലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിക്കും നമുക്കൊരു രോമാഞ്ചം തോന്നുന്ന രീതിയിലായിരുന്നു സാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബുക്ക് റിവ്യൂ തന്നെയായിരുന്നു. കാരണം ഏതൊരു ശ്രോതാവിനെയും ഈ ഒരു ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ ഇത് 9 സ്റ്റോറി അല്ല, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം. അപ്പൊ ബാക്കിയുള്ള 31 സ്റ്റോറികളും നമുക്ക് അറിയണമെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു സാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സർ.